പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസങ്ങളായി നമ്മൾ ക്ലാസ്സിൽ വന്നിട്ട്, കാരണം ഒന്ന് രണ്ട് ചെറിയ തിരക്കുകളും ഒപ്പം തന്നെ ഇംപ്രൂവ്മെന്റ് ക്ലാസ്സുകളും അല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റ് പഠിക്കാനുണ്ട് എന്ന് വിചാരിച്ചിട്ടായിരുന്നു. എന്തായാലും നമുക്ക് കുറേശ്ശെ ക്ലാസ്സുകൾ എടുത്ത് പോയേ പറ്റുള്ളൂ. നമ്മൾ കെമിക്കൽ കൈനറ്റിക്സിന്റെ അടുത്ത രണ്ടാമത്തെ അല്ലെങ്കിൽ മൂന്നാമത്തെ പാർട്ടിലേക്ക്, 2 ക്ലാസ് നമ്മൾ കഴിഞ്ഞു, മൂന്നാമത്തെ പാർട്ടിലേക്ക് നമ്മൾ പോവാണ്. വളരെ സിമ്പിളായ കാര്യങ്ങൾ മാത്രമേ നമ്മൾ നോക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് റേറ്റ് ഓഫ് റിയാക്ഷൻ ആണ്. റേറ്റ് ഓഫ് റിയാക്ഷൻ 2 പോയിന്റ് മാത്രമേ കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് പ്രധാനപ്പെട്ട ഓർത്തു വെക്കേണ്ട കാര്യങ്ങളുള്ളൂ. ഒന്ന്, റേറ്റ് ഓഫ് റിയാക്ഷൻ. എന്താണ് റേറ്റ് ഓഫ് റിയാക്ഷൻ അല്ലെങ്കിൽ സ്പീഡ് ഓഫ് റിയാക്ഷൻ? ഇക്വേഷൻ വഴി മാത്രം പഠിച്ചാൽ മതി കാര്യം. റേറ്റ് ഓഫ് റിയാക്ഷൻ ഈക്വൽ ടു ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഡിവൈഡ് ബൈ ടൈം ടേക്കൺ. ദാറ്റ് ഇസ് എ റേറ്റ് ഓഫ് റിയാക്ഷൻ. പക്ഷെ ഇതിനകത്ത് ഒരു കാര്യം കൂടി വരും, സ്റ്റോഷിയോമെട്രി. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവിടെ വെച്ചിട്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് നിർത്തിയത്. സോ ജസ്റ്റ് റിഫ്രഷ് ദ ലാസ്റ്റ് ക്ലാസ്. And so you are just consider the reactant R changed into product P. Okay. So അപ്പൊ നമുക്ക് ഇതിന്റെ റേറ്റ് അറിയാൻ വേണ്ടി റേറ്റ് ഓഫ് റിയാക്ഷൻ സ്മോൾ r എന്ന് എടുത്തോളൂ. ദാറ്റ് ഇസ് എ very familiar formula of rate or representation of rate. So rate is equal to, okay, change in concentration of R divided by time taken, അല്ലെങ്കിൽ change in concentration of P divided by time taken. ഓക്കെ, അപ്പൊ നമ്മൾ അത് ആദ്യം എഴുതാൻ പോകണം. സോ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് ആർ നമ്മൾ ഒരു സിമ്പിൾ വെച്ച് നമ്മൾ പറയാം, ഡെൽറ്റ ഓഫ് ആർ ഡിവൈഡ് ബൈ ഡെൽറ്റ ടി. ഓക്കെ, ഡെൽറ്റ ടി. അപ്പൊ ഈ റിയാക്ടന്റിന്റെ അളവ് കോൺസെൻട്രേഷൻ കുറഞ്ഞുകൊണ്ടേയിരിക്കും റേറ്റ് കൂടുന്നു. അപ്പൊ അതുകൊണ്ട് അതിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഒരു മൈനസ് ഇടും. സോ ദാറ്റ് ഈസ് ആൾസോ ഈക്വൽ ടു then change in concentration of product. അപ്പൊ ചേഞ്ച് നമ്മൾ ഡെൽറ്റ ഓഫ് പി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. ഓക്കെ, ഇവിടെ നമ്മൾ നെഗറ്റീവ് സൈൻ ആവശ്യമില്ല. ഇതാണ് നമ്മൾ ഒരു സിമ്പിൾ ആയിട്ട് നമ്മൾ റേറ്റിനെ റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. സോ ജസ്റ്റ് കൺസിഡർ ഇഫ് this may be 1 is there or 2 is there or 3 is there or 2 is here, 3 is here, or any number is behind this P. അത് നമ്മൾ ഒറ്റ വാക്കിൽ പറയുന്ന പേരാണ് സ്റ്റോഷിയോമെട്രി. പഠിച്ചേ, സ്റ്റോഷിയോമെട്രി. സോ അപ്പൊ അത് ഇവിടെ നമ്മൾ ഒരു എ എന്ന് കൊടുക്കുകയാണ്. മേ ബി എ, മേ ബി 2, 3, 4, 5, 6 or anyone. And so you can say right B also. B here. അപ്പോ ഈ ഇക്വേഷൻ എങ്ങനെ മാറ്റം വരും? അത് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് ആ കാര്യം. It's very important. So stoichiometric number is appeared as inverse in rate equation. That's very important. So there is a B. If it is B here and now appear in rate equation 1 by B. If it is A is here, appears as 1 by A. So I change this equation like this way. Minus is there. 1 by A into balance. So here also 1 by B then into balance. Okay, so that is the stoichiometric number appears as inverse in rate equation. That is very important point. Now I will give one question for you. So in chemical equilibrium, you already know very famous writing reaction in this way. This A in terms of A, then plus B in terms of B. Equilibrium എഴുതണം. ഇപ്പൊ നമ്മൾ equilibrium എഴുതുന്നില്ല, പകരം rate ആണ്. So it's a forward reaction only. So it gives, okay, then C in terms of C, and then plus it is a D in terms of D. Okay, so this is a question. Write the rate expression of this reaction. നമ്മൾ ഇതുപോലെ തന്നെ അതേപോലെ തന്നെ വ്യത്യാസമില്ല. Okay, so you just write, okay, write the rate expression of the following reaction. Then you write this reaction. നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല, ഞാൻ അത് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ പറഞ്ഞു. You write this reaction and write the rate expression. Take 1 or 2 minutes. Okay.
So written. So now the answer is very simple. Rate. ഈ റേറ്റിന് നമ്മൾ വേറൊരു വാക്കുകൂടി പറയാറുണ്ട്, സിമ്പിൾ റേറ്റ് എന്ന് പറയും. ഇങ്ങനെയുള്ള റേറ്റിനൊക്കെ നമ്മൾ പറയുന്ന പേരാണ് സിമ്പിൾ റേറ്റ്. അല്ലാതെ വേറെ റേറ്റ് ഉണ്ട്, ഇൻസ്റ്റാന്റേനിയസ് റേറ്റ് വേറെ ഉണ്ട്. പക്ഷെ അത് നമ്മൾ വലിയ കാര്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാറില്ല. ദിസ് ഈസ് കോൾഡ് സിമ്പിൾ റേറ്റ് ഓർ റേറ്റ് ആർ ഈക്വൽ ടു. വാട്ട് ഇസ് ആൻസർ? റിയാക്ടന്റ് ആണെങ്കിൽ മൈനസ് വേണം. മൈനസ് 1/A ഇൻറ്റു ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് എ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ഓഫ് സ്ക്വയർ ബ്രാക്കറ്റിൽ കോൺസെൻട്രേഷൻ ആണ്, കോൺസെൻട്രേഷൻ ഓഫ് എ ഡിവൈഡ് ബൈ ഡെൽറ്റ ടി. ദാറ്റ് ഈസ് ആൾസോ ഈക്വൽ ടു മൈനസ് 1/B into change in concentration. That means delta of concentration of B divided by delta T. Delta T common ആണ്. Okay, ആ ടൈം ഇന്റർവെൽ നമ്മളൊന്ന് ഫിക്സ് ചെയ്ത് വെച്ചു അത്ര. That is equal to. ഇനി നെഗറ്റീവിന്റെ ആവശ്യമില്ല. Then 1/C into delta of C divided by delta T. That is equal to 1/D into delta of D divided by delta T. So it's very easy. Okay. So anyone can write this equation, no problem. Okay. Now we are coming into a numerical questions for this time. Okay. ഇത് നമ്മൾ സാധാരണ എക്സ്പ്രഷനൊക്കെ മനസ്സിലായി. ഇത് നമ്മൾ ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പബ്ലിക് എക്സാമിനേഷനും സാധാരണ എക്സാമിനേഷനും ചോദിക്കാം. So you just look to NCERT. NCERT-യില് ചാപ്റ്റർ എടുത്ത് നോക്കുമ്പോൾ പേജുകൾ മറിച്ച് കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഇൻടെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ പറയാം. ആ ഇൻടെക്സ്റ്റ് ക്വസ്റ്റ്യൻ എടുക്കാം. എൻ്റെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. സോ യു ജസ്റ്റ് go to the first in-text question. This is the first in-text question. For the reaction, R gives P. അപ്പൊ ഇത് തന്നെയാണ്. സ്റ്റോഷിയോമെട്രി അവർ പറഞ്ഞിട്ടില്ല. For reaction, R gives P. Okay. The concentration of reactant changes from 0.03 m. Concentration നമ്മൾ സാധാരണ ഇതിൽ പറയുന്ന യൂണിറ്റ് ആണ് മൊളാരിറ്റി. ഓക്കെ, ദർസ് എ മൊളാരിറ്റി. അപ്പൊ അത് എല്ലാവരും ഓർത്ത് വെക്കണം. ഒന്ന് മൊളാരിറ്റിനെ നമുക്ക് രണ്ട് രീതിയിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യാറുണ്ട്. ഒന്ന് ക്യാപിറ്റൽ എം എന്ന് പറയാം. ഓക്കെ, ഇപ്പൊ എത്രയാണ് 1 മൊളാരിറ്റി ആണെങ്കിൽ 1 ശേഷം എം ഇടാം. അല്ലെങ്കിൽ സോ ഈ എമ്മിന് പകരം എമ്മിന്റെ ഉള്ളിൽ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോൾ ലിറ്റർ ഇൻവേഴ്സ് ഇസ് കാൾഡ് മോൾ ലിറ്റർ ഇൻവേഴ്സ് അല്ലെങ്കിൽ മോൾസ് പെർ ലിറ്റർ. ഓക്കെ, ഇതാണ് ശരിക്കും മൊളാരിറ്റിയുടെ യൂണിറ്റ്. സോ അപ്പോ 0.03 m to 0.02 m in 25 minutes. 25 മിനിറ്റ് എടുത്തു. ഏത് 0.03. സോ ഇറ്റ് ഈസ് ആറിന്റെ ഫസ്റ്റ് 0.03 ആയിരുന്നു. അത് കുറച്ച് സമയം കഴിഞ്ഞപ്പോ എന്താണ് കുറച്ച് സമയം 25 മിനിറ്റ്സ് ആണ്. ദെൻ അത്രയും എം ഓക്കെ ചേഞ്ച്ഡ് ഇൻ ടു 0.02 m. 0.02 m. ഇതിനെടുത്ത സമയം 25 മിനിറ്റ്. 25 മിനിറ്റ്. ഓക്കെ, സോ അപ്പോ ടൈം ഇന്റർവെല്ലിൽ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലായി. അപ്പൊ ഈ കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. ഇനി എന്താ ചോദിച്ചാൽ അവര് കാൽക്കുലേറ്റ് ദി ആവറേജ് റേറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു സിമ്പിൾ റേറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ദിസ് ആൾസോ കാൾഡ് ആവറേജ് റേറ്റ്. ആവറേജ് റേറ്റ് ഓഫ് എ റിയാക്ഷൻ യൂസിങ് യൂണിറ്റ്സ് ഓഫ് ടൈം ബോത്ത് ഇൻ മിനിറ്റ്സ് ആൻഡ് സെക്കൻഡ്സ്. ഓക്കെ, എന്താ ഫൈൻഡ് ചെയ്യേണ്ടത്? റേറ്റ് ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. സോ ഈ രണ്ട് രീതിയിലും പറയണം. ഒന്ന് മിനിറ്റിലും പറയണം, ദെൻ റേറ്റിംഗ്, പിന്നെ എന്തായിരിക്കും സെക്കൻഡ് പറയണം. ഓക്കെ, സോ ഇത് മിനിറ്റ് എന്ന് ഉദ്ദേശിച്ചുള്ളൂ. മിനിറ്റ് ദിസ് ഓൾസോ യു മസ്റ്റ് ഫൈൻഡ് ബേസ്ഡ് ഓൺ സെക്കൻഡ്. ഓക്കെ, ഇത് നമ്മൾ ആദ്യം റേറ്റിന്റെ ഇക്വേഷനിലേക്ക് പോകണം. എന്താ സിമ്പിൾ റേറ്റിന്റെ ഇക്വേഷൻ? Rates or average rate that is equal to R ൽ വെച്ചാ പറഞ്ഞേക്കണേ. സോ ഇറ്റ്സ് മൈനസ് ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് R. ഇവിടെ എ ഇല്ലാട്ടോ. then change in concentration of R divided by delta T. Okay, what is delta T? This is delta T. Okay, so അപ്പോ delta T equal to ഇതാണ് delta T 25 minutes. ഇനി ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ചോദിക്കണേ.
ഒരു ഇനീഷ്യലും ഉണ്ടാവും ഫൈനലും ഉണ്ടാവും. സോ ദാറ്റ് ഇസ് കോൾഡ് ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ. അതിന്റെ ഡിഫറൻസ് ആണ്. സോ ദാറ്റ് ഇസ് ഓൾസോ ഈക്വൽ ടു ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ. അപ്പൊ എന്താ ഫൈനൽ മൈനസ് ഇനീഷ്യൽ വേണം. ദിസ് ഇസ് ഫൈനൽ. സോ യു ഡോണ്ട് കൺഫ്യൂസ് ദിസ്. ദിസ് ഈസ് ഫൈനൽ ആൻഡ് ദിസ് ഓൾസോ വാട്ട് ഇനീഷ്യൽ. എപ്പോഴും നമ്മൾ എടുക്കുക എന്താ ഫൈനൽ മൈനസ് ഇനീഷ്യൽ ആണ്. അപ്പൊ ഫൈനൽ നമ്മൾ എടുത്തു. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ്. ഓക്കെ, ദെൻ ഫൈനൽ എന്താ 0.02 മൈനസ് ഇറ്റ് ഈസ് ഓൾസോ 0.03. ഓക്കെ, നമുക്ക് ഇവിടെ എന്താ കിട്ടുന്നത്? ദെൻ ഡിവൈഡഡ് ബൈ. സോ വാട്ട് ഈസ് ദാറ്റ്? ഡെൽറ്റ ടി. ഡെൽറ്റ ടി. ഓ സോറി ഡെൽറ്റ ടി ആവശ്യമില്ല. പകരം എന്താണ് 25 യൂണിറ്റ് ഇട്ടേക്ക മിനിറ്റ്സ്. ഇവിടെ എന്താ മൊളാരിറ്റി. Okay, so what is the difference here? Then 0.02 minus 0.03. So that's equal to minus 0.1. This minus 0.1 into minus, again it is plus, and so it is 0.1. So that is equal to, okay, then 0.01 divided by 25 minutes. Okay, molarity and here again minutes. So answer is, okay, answer is molarity per minute. Okay, so this is there must be answer molarity, then it is also minute inverse. Okay, molarity per minute. So that is the technique for answering this. Okay, അപ്പോ നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ മിനിറ്റിലാണ്, പക്ഷെ നമുക്ക് എന്ത് വേണം? സെക്കൻഡിൽ വേണം. നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഓക്കെ, നമ്മൾ സെക്കൻഡിൽ വേണം. വളരെ ഈസിയാണ്. സോ ദിസ് 25 into 60, അപ്പൊ എത്രയായി? സെക്കൻഡായി. സോ ദാറ്റ് ഈസ് ദി ആൻസർ. പക്ഷെ യൂണിറ്റ് മാറും. മൊളാരിറ്റി സെക്കൻഡ്. ബാലൻസ് ഉള്ള കാര്യം നിങ്ങൾ ചെയ്യാം. ഈ കാൽക്കുലേഷനും അടുത്ത നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് തന്നേക്കാണ്. സോ ആൻസർ ഈസ് വെരി സിമ്പിൾ. സെയിം തിങ് 0.01 m ഡിവൈഡഡ് ബൈ പിന്നെന്താ പറയുക 25 into മിനിറ്റിന് എന്താക്കണം? സെക്കൻഡ് ആക്കണം. 25 into 60, അപ്പൊ സെക്കൻഡ്. സോ ദ യൂണിറ്റ് ഓഫ് ആൻസർ ഈസ് molarity second inverse. So that is the first question we answered very nicely. Okay, clear? പെട്ടെന്ന് ഒന്ന് ചെയ്തേക്കാം. യെസ്, നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാം. രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കുറച്ചുകൂടി ഒരു ഇന്റലിജന്റ് ക്വസ്റ്റ്യൻ. First question is quite simple. So for the reaction, 404, in a reaction 2A gives product. Okay, the mic ആണ്. Okay, so in a reaction 2A gives product. The expression വളരെ important ആണ്. 2A gives product. 2A gives product. The concentration of A decreases from. ഇപ്പോൾ A തന്നെ പിടിച്ചേക്കണം. ഓക്കെ, again they applied in A only. ഓക്കെ, ഏതെങ്കിലും ഒന്നിന് നമുക്ക് റേറ്റ് ഫൈൻഡ് ചെയ്യാം. ഒന്നിൽ P വരും. പ്രൊഡക്റ്റിന്റെ കാര്യത്തിൽ ബേസ് ചെയ്ത് നമുക്ക് റേറ്റ് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ റിയാക്ടിന്റെ കാര്യത്തിൽ നമുക്ക് കിട്ടും. ഓക്കെ, in concentration of A decreases from 0.5 മൊളാരിറ്റി തന്നെയാണ്. അതിന് പകരം വേറെ ഇതൊന്നുള്ളൂ, മോൾ ലിറ്റർ ഇൻവേഴ്സ്. മൊളാരിറ്റി തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. to 0.04 not 0.4 മോൾ ലിറ്റർ ഇൻവേഴ്സ്. ഓക്കെ, അപ്പൊ ഇത് ഇവിടെ നിങ്ങളോട് ചേഞ്ച് ചെയ്തു. ക്ലിയർ? in 10 minutes. അപ്പൊ ടൈം ഉണ്ട്. ഡെൽറ്റ ടി ഈക്വൽ ടു 10 minutes. Okay, calculate the rate during this interval. അപ്പൊ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഇങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ സിമ്പിൾ റേറ്റ് ആ ഫൈൻഡ് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, സോ നേരത്തെ അവർ ആവറേജ് റേറ്റ് എന്ന് പറഞ്ഞു, ഇപ്പൊ ആവറേജ് ഒന്നും പറഞ്ഞിട്ടില്ല. കാൽക്കുലേറ്റ് ദി റേറ്റ് ഓഫ് റിയാക്ഷൻ ഡ്യൂറിങ് ദി ഇന്റർവൽ. അപ്പൊ ഇന്റർവൽ ലാർജ് ആവുമ്പോൾ അത് എന്തേ വരുള്ളൂ? സ്വാഭാവികമായിട്ടും ആവറേജ് റേറ്റ് വരുള്ളൂ, അല്ലെങ്കിൽ സിമ്പിൾ റേറ്റ് വരുള്ളൂ. സോ നൗ വി ആർ ഗോയിങ് ടു again the problem. Here this is a very interesting problem because here one number is there. Okay, so this is called a stoichiometric number. So stoichiometric number appears as inverse in rate equation. Okay, then I am writing the rate equation. So rate equal to അപ്പൊ ഇവിടെ 2 എന്നുള്ളത് എന്താവും? 1/2.
react now minus 1 by 2 into what is the next one? Then change in concentration of A, delta of A divided by time taken delta T. Okay. This question ഒരു ഭൂരിഭാഗം അല്ലെങ്കിൽ ഒരു 50% ആൾക്കാരും എന്താ അവോയ്ഡ് ആയി പോവും, ഈ 1/2 അവോയ്ഡ് ആയി പോകും. സോ അതോടുകൂടി പ്രോബ്ലം എന്തായി തെറ്റായി. Okay, so that is very important. You must look into what is the expression they are given. Okay, ഇവിടെ 3 ആണെങ്കിൽ 1/3 ആവും. So that is the thing, very simple thing. Okay, now you can apply this thing again, that is equal to minus 1/2 into what is the condition for A? Then this is final and this is what? Initial. Final minus initial. So it is a 0.04. Oh no, 0.4 illa. I'll probably question it. 0.4 minus, it is a 0.5, then divided by, okay, what is the delta T? Delta T is 10 minutes. Okay, 10 minutes. Then the unit and the only molarity capital letter M, അല്ലെങ്കിൽ mole liter inverse. Both are same. It is a mole liter inverse. Okay, what is the unit of 10? 10 minutes. Okay, so the answer is positive or negative? Thoroughly rate is positive. Rate എപ്പോഴും പോസിറ്റീവ് ആണ്. കാരണം വളരെ ഈസിയാണ്. 0.4 minus 0.5. What is the answer? Minus 0.1. Minus 0.1 into this minus. So it is plus. Okay. Then ഈ 1/2 അവിടെ തന്നെ ഉണ്ടാവും കേട്ടോ. Okay. You must divide by 2. Okay. So here into 20 എന്ന് പറയാം. അതിന് കുഴപ്പമൊന്നുമില്ല. 2 into 10, 20. No problem. So the answer is must be എന്താണ് ആൻസറിന്റെ യൂണിറ്റ്? Mole liter inverse minute inverse. Okay, it is a mole liter inverse minute inverse. Okay, so that's the answer for this. Okay, it's a very good question. ഇങ്ങനത്തെ ക്വസ്റ്റൻ ആണ് നമ്മൾ പൊതുവെ നമ്മുടെ പബ്ലിക് എക്സാമിനേഷൻ ഒക്കെ നമ്മൾ ചോദിക്കും. Okay, so you write it. Okay, quickly. Okay, done. So now we are moving to another section that is very interesting. Okay, how reactions are possible? Why they are reacting like this way? Okay, ഈ ചോദ്യത്തിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അപ്പോ why these chemicals are reacting? Okay, what is the reason behind it? നമ്മൾ തൽക്കാലം അതിന്റെ റീസണിലേക്ക് പോണതിന് മുമ്പ് ഇതിനെ എന്തൊക്കെ ബാധിക്കും, ഇതിനെ റിയാക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ ബാധിക്കും, റീസണിലേക്ക് നമുക്ക് പിന്നെ പോകാം. So you just consider, suppose A and B are reacting. Okay, so like this way, it is A can react with B that gives C. Okay, C. So that's a simple reaction. Okay, ഒരുപാട് real reaction പോലെ. So just consider it is A is a sphere. Sphere means ഒരു ഗോളം പോലെ, sphere. Consider this A is a sphere. So I am writing like this way. A is a sphere. This is A and can react with B. Okay, this is also a sphere. നമ്മള് ഫസ്റ്റ് ഇയർ പഠിച്ചിട്ടുണ്ട്, ഒരു ആറ്റം ആയിക്കോട്ടെ ഒരു മോളിക്യൂൾ ആയിക്കോട്ടെ അതിന്റെ ചുറ്റും ഇലക്ട്രോൺസ് ആണ്. ചുറ്റും ഇലക്ട്രോൺസ് ആണ്. കാരണം ഇലക്ട്രോണില് പൊതിഞ്ഞിരിക്കുകയാണ് ഈ സാധനം. ഓക്കെ, സെൻട്രലാണ് ന്യൂക്ലിയസ് ഉള്ളത്. ഇവിടെ അത് തന്നെ സ്ഥിതി, മോളിക്യൂൾ ആയിക്കോട്ടെ ആറ്റം ആയിക്കോട്ടെ അതിന്റെ ചുറ്റും ഇലക്ട്രോൺസ് ഇരിക്കാം. ഓക്കെ, ഇതിന്റെ ചുറ്റും ഇലക്ട്രോൺസ് ആണ്. അപ്പൊ ഇത് തമ്മിൽ വെറുതെ കൊണ്ടുവന്ന് വെച്ചിരുന്നാൽ റിയാക്ട് ചെയ്യില്ല. സാധാരണഗതിയിൽ നമ്മളിപ്പോ ഒരു ഗ്യാസ് ആണെങ്കിൽ ഗ്യാസ് പാർട്ടിക്കിൾ ഒന്നും ഇവിടെ നിൽക്കില്ല, പരസ്പരം മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, സോ ആൾവേസ് മൂവിങ്. ഈ മൂവ് ചെയ്യുന്ന സമയത്ത് ഈ എയും ബിയും തമ്മിൽ കണ്ടുമുട്ടാം, അത് തമ്മിൽ കൂട്ടിയിടിക്കാം. ഓക്കെ, സോ കൂട്ടിയിടിച്ചു കഴിഞ്ഞാൽ സോ ദർ ഇസ് എ പോസിബിലിറ്റി ഓഫ് റിയാക്ഷൻ. സോ ഇതൊരു വളരെ ഫേമസ് ആയ തിയറിയാണ്. ദിസ് തിയറി ഇസ് കാൾഡ് collision theory. Okay, so now in collision theory, so these A and B are colliding each other. Okay, so A can meet B and then they collide. Okay, അപ്പോ എക്ക് അറിയാം ബി അവിടെ ഉണ്ടെന്ന്. സോ അപ്പോ എന്ത് ചെയ്യും? കൊളൈഡ് ചെയ്യും. സോ എ ക്യാൻ കൊളൈഡ് ബി. ഓക്കെ, അപ്പോ കൊളൈഡ് ചെയ്ത് കഴിയുമ്പോൾ രണ്ട് പോസിബിലിറ്റി ഉണ്ട്. നല്ല ശക്തമായിട്ടുള്ള കൊളീഷൻ, അല്ലെങ്കിൽ അത് പിന്നെ എന്താവും? റിപ്പൽ ചെയ്ത് തിരിച്ചു പോവാം. സോ ദാറ്റ് ഇസ് എ ഫസ്റ്റ് പോസിബിലിറ്റി. ആൻഡ് ദെൻ വാട്ട് ഇസ് ദ നെക്സ്റ്റ് പോസിബിലിറ്റി? നല്ല ശക്തമായ കൊളീഷൻ ആണെങ്കിൽ
എയും ബിയും ചേരാം, അത് എന്താവാം, സി ആണ്. So that is the second possibility, and this second possibility is called chemical reaction. And now suppose if this collision is effective, and you can get a big sphere that is called maybe C, maybe it is a C. Okay, so that is a very simple theory of reaction. It is called collision theory. Collision theory നമുക്ക് ഒരല്പം കഴിഞ്ഞ് നമ്മൾ എന്താണ് തിയറി എന്നൊക്കെ പോകും. തൽക്കാലം നമുക്ക് ഈ collision theory ജസ്റ്റ് ഒരു പഞ്ച് നമുക്ക്. So we just consider, so they are colliding. Okay, suppose if number of A's are increasing and number of B's are also increasing. Okay, can you follow? A simple thing I am making. So ഇപ്പോൾ ഒരു ഗ്യാസ് ഉണ്ട്, 2 ഗ്യാസ് ഉണ്ട്, A ഗ്യാസും ഉണ്ട്, B ഗ്യാസും ഉണ്ട്. ഞാൻ അതിലേക്ക് കുറച്ചുകൂടെ A ആഡ് ചെയ്തു, സോ കുറച്ചുകൂടി B ആഡ് ചെയ്തു. അപ്പോൾ ഇവര് തമ്മിൽ കണ്ടുമുട്ടാനുള്ള ചാൻസ് കൂടും. അപ്പോൾ കൊളിഷന്റെ ചാൻസും ഇൻക്രീസ് ചെയ്യും. സോ റേറ്റ് ഓഫ് റിയാക്ഷൻ ഈസ് ആൾസോ ഇൻക്രീസസ്. കണ്ടിട്ടുള്ളൂ? ഓക്കെ, ഇവിടെ നേരത്തെ 5 ഉണ്ടായിരുന്നുള്ളൂ, ഇത് ചിലപ്പോൾ 5 ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ 10 ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെയും കൂട്ടിയിടിക്കാനുള്ള സാധ്യത കൂടും. റേറ്റ് ഓഫ് റിയാക്ഷൻ ഈസ് ആൾസോ ഇൻക്രീസസ്. അപ്പോ നമ്മളിവിടെ എണ്ണം കൂട്ടുക എന്ന് നമ്മൾ പറയുമ്പോൾ concentration increasing. What is the thing behind it? Concentration increases. That means number is increasing, like number of moles increasing. So if concentration increases, rate of reaction is also increases. That's the first factor based on rate. What is this is a rate of reaction affecting factors. Okay, this is called the factors. Then first factor is here again concentration. Okay, but we have concentration of A, concentration of B. Okay, if concentration നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റിൽ പറയാട്ടോ, concentration increases, generally എപ്പോഴും നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല, generally സാധാരണ മിക്കവാറും റിയാക്ഷനിലൊക്കെ, then rate is also increases. That is the first factor. ഇതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഈ ചാപ്റ്ററിൽ നോക്കുന്നത്. ഈ കോൺസെൻട്രേഷനെ എന്തൊക്കെ ബാധിക്കാം, എങ്ങനെയൊക്കെ ബാധിക്കാം, വേറെ എന്തെങ്കിലും കാര്യങ്ങൾ അതിൻ്റെ അകത്ത് ഉണ്ടോ. So that is a very very important factor. So if concentration increases, rate of reaction is also increases. പക്ഷെ ചോട്ടിൽ വേറെ കാര്യം പറയുന്നുണ്ട്, ജനറലി സാധാരണഗതിയിൽ. ഓക്കെ, അല്ലാത്തതുണ്ട്, അതാണ് എന്റെ കാര്യം. So rate increase generally. Suppose you just consider if temperature increases. What is the thing? A new thing is coming. What is that? A temperature. You can increase the temperature 10 degree, again 10 degree, 10 degrees, increasing. So what happened for this rate? Same thing, rate is also increasing. How it is increasing? So based on this collision theory, can you explain it? How it is increasing? Okay, if temperature increases, you just memorize the chapter states of matter. So movement of gas particle is also increases. If movement of gas particle increases, what happen? Collision is also increases. Okay, or effective collision is also increases. നേരത്തെ 2 മോളിക്യൂൾ ഒടിച്ചപ്പോൾ ഒരു റിയാക്ഷൻ നടക്കുന്നുണ്ടായിരുന്നു, അപ്പോഴാണ് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തത്. അപ്പോ എന്ത് പറ്റി? നന്നായിട്ട് ശക്തമായിട്ട് കൂട്ടിയിടിക്കാൻ തുടങ്ങി. So effective collisions are increases, rate of reaction is also increases. So that is another factor. So then the second factor, like factors affecting reaction, if temperature increases, that's a very important one. Temperature increases, then we can say rate of reaction is also increases. That is second factor. Okay, clear? So what is the next one? So I am applying a catalyst here. Okay, catalyst is a cat. Okay, so ഇതൊരു എലിയും ബാലൻസ് ഉള്ളത് കാറ്റുമാണ്. ഓക്കെ, അപ്പോ കാറ്റ് വന്നു കഴിഞ്ഞാൽ എലി തമ്മിൽ പേടിക്കാൻ തുടങ്ങും, അവർ തമ്മിൽ കൂട്ടിയിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. സോ ദാറ്റ് ഈസ് ആൾസോ റേറ്റ് ഓഫ് റിയാക്ഷൻ ഈസ് ആൾസോ ഇൻക്രീസസ്. പക്ഷെ നമ്മൾ ഇങ്ങനെ പറയുകയാണെങ്കിലും കാറ്റലിസ്റ്റിന് വേറൊരു തിയറിയാണ്. ഓക്കെ, അത് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. ഇഫ് കാറ്റലിസ്റ്റ് പ്രസന്റ്, rate of reaction is also increases. ഇതിനൊരു കാര്യമുണ്ട്, ജനറലി എന്ന് പറയും. ചില കാറ്റലിസ്റ്റ് നെഗറ്റീവ് ആണ് എന്ന് പറയാൻ റേറ്റ് കുറയ്ക്കും, ചില കാറ്റലിസ്റ്റ് പോസിറ്റീവ് ആണ്, റേറ്റ് എന്ത് ചെയ്യും, കൂട്ടും. സോ ജനറലി വി ക്യാൻ സേ ദാറ്റ് ഇഫ് പ്രസൻസ് ഓഫ് കാറ്റലിസ്റ്റ് ഇൻക്രീസ് ദി റേറ്റ് ഓഫ് റിയാക്ഷൻ. അപ്പോഴും നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ജനറലി ഉണ്ട്, സാധാരണഗതി. സോ എനിവേ, സോ ഇറ്റ് ഇസ് എ തേർഡ് വൺ, ജനറലി. സോ ഇഫ് പ്രസൻസ് ഓഫ് catalyst present, rate is also increased. That's the third factor. Fourth and fifth and sixth is very simple thing.
So it is a rate is depend upon nature of reactant. ചില റിയാക്ടന്റ് വളരെ സ്പീഡിൽ റിയാക്ട് ചെയ്യും, ചില റിയാക്ടന്റ് വളരെ സ്ലോ ആയിട്ട് റിയാക്ട് ചെയ്യും. സോ ദാറ്റ് ജനറലി അത് നമുക്ക് പെട്ടെന്ന് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. സോ ദാറ്റ് ഇസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി നേച്ചർ ഓഫ് റിയാക്ഷൻ. നമുക്ക് വേണമെങ്കിൽ അത് കളയാം. ഈ മൂന്ന് ഫാക്ടറാണ് വളരെ ഇമ്പോർട്ടന്റ് ഈ ചാപ്റ്റർ. So fourth one, nature. Okay, nature of reactant. Okay, reactant, nature of reactant. And fifth factor നമ്മൾ എപ്പോഴും പറയാം അത് ഫോട്ടോകെമിക്കൽ റിയാക്ഷനിൽ മാത്രമേ പറ്റൂ. ഫിഫ്ത് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ചില ഒരു റിയാക്ഷൻ ഫോട്ടോകെമിക്കലി ആണ് നടക്കുന്ന റിയാക്ഷൻ ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമ്മൾ പ്ലാന്റിന്റെ അകത്ത് ഗ്രീൻ പിഗ്മെന്റ്സ് ഉണ്ട്, അത് ലൈറ്റിനെ അബ്സോർബ് ചെയ്യും. അത് എപ്പോ മാത്രമേ നടക്കുകയുള്ളൂ? പകല് മാത്രമേ നടക്കൂ, രാത്രിയില്ല. സോ ദാറ്റ് നൈറ്റ് their rate of reaction is decreases. Okay, in sunlight rate of reaction is also increases. Morning it is slow, and in noon time rate of reaction is also increasing. Again in evening it is also again decreases. So that depend upon the light intensity or photon. Okay, number of photon. If number of photon increases, intensity also increases. So in the photochemical reaction rate of also increases. So then if light increases, similar to light gauge. Okay, a light increases. Okay, for a photochemical reaction, photochemical reaction rate increases. These fourth and fifth factors are not much important in our syllabus. Okay, in our syllabus not much important, but these three factors are very, very important. You must understand this thing 1, 2, and 3. So just forget this fourth and fifth, no problem. Okay, not at all any problem. So that's the factors affecting reaction. You write quickly factors affecting reaction. Just introduction level കഴിഞ്ഞു, അടുത്ത ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റിയാക്ഷൻ. ഇത് വേണമെന്നില്ല, ഈ പിക്ചർ വരയ്ക്കുന്നില്ല, വേണമെങ്കിൽ വരയ്ക്കാം, ദാറ്റ്സ് ഓൾ. പക്ഷെ ഈ കാര്യങ്ങൾ നമ്മൾ വെറുതെ ബ്ലൈൻഡ് ആയിട്ട് കാണാൻ പഠിക്കേണ്ട ആവശ്യമില്ല. ഈ കൊളിഷൻ തിയറി ആലോചിച്ചാൽ മതി. ഇറ്റ്സ് ഓവർ. സോ വാട്ട് ഇസ് ദി concentration increases. What is the behind factor? If concentration increases, contact of A and B increases, then rate of reaction also increases. And ഉള്ള കാര്യം ഇതൊന്നുമില്ല, ഉള്ള കാര്യം മനസ്സിലാക്കി വെച്ചോ. Concentration increases, rate of reaction increases. Then temperature increases, rate of reaction increases. Then third one, catalyst, presence of catalyst, rate of reaction increases. Presence presence. Catalyst present. Okay. Catalyst absent, generally rate is less. Catalyst present, rate increases. Then fourth one, based on nature of reactants. ചിലത് സ്പീഡ് കൂടുതലാണ്, ചില സ്പീഡ് കുറവായിരിക്കും. Last one, for a photochemical reaction, light increases, rate of reaction is also increases. So that's the case of factors affecting reaction. And in this case, we are first concentrating, what is that? Concentration types. Okay, it's a very, very important thing. That is called concentration type. Okay. So first we are leaving from this factors affecting, and now only going to the concentration phase. Okay, കുറച്ചുകൂടി ഡീപ്പായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ക്ലിയർ? Maybe we are discussing again the old example. What is the old example? A and B. So old example, this is A, and here again B is here. A and B gives C. നമ്മളിപ്പോ ഇവിടെ മാത്രമേ ഡിസ്കസ് ചെയ്യൂ, കാരണം കോൺസെൻട്രേഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന എവിടെ മാത്രമേ ഉള്ളൂ? റിയാക്ടന്റിൽ മാത്രമേ കോൺസെൻട്രേഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോ യു ജസ്റ്റ് ഫോർഗെറ്റ് ദാറ്റ് ദ പ്രൊഡക്റ്റ് ഉണ്ടാവണം, നല്ല റിയാക്ഷൻ ഉണ്ടാവുള്ളൂ. ബട്ട് വി കോൺസെൻട്രേറ്റ് ഓൺ എ ആൻഡ് ബി. ഓക്കെ, വാട്ട് ഇസ് ദ തിങ് ഹിയർ? ഞാൻ ഇവിടെ നോക്കുകയാണ്, ഞാൻ ഒരു റിയാക്ഷൻ എടുത്തു, ഒരു പർട്ടിക്കുലർ റിയാക്ഷൻ എടുത്തപ്പോ എ ഇൻക്രീസ് ചെയ്തു, എയുടെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്തു. അപ്പൊ റേറ്റ് എന്ത് ചെയ്തു? ഡബിൾ ആയെന്ന് വെച്ചു. അതിന് പകരം ഞാൻ എ ഫിക്സ് ചെയ്തിട്ട് ബിയുടെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്തു, അപ്പോഴും റേറ്റ് എന്തായിട്ടുണ്ടാവും? ഡബിൾ ആണ്. ഇനി അടുത്തൊരു പോസിബിലിറ്റി, എയുടെയും ഇൻക്രീസ് ചെയ്തു,
ഡബിൾ ആക്കി, ബിയുടെയും ഡബിൾ ആക്കി. അപ്പൊ റേറ്റ് എന്താ ഉണ്ടാവും? അപ്പോ ഡബിൾ 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 ഡബിൾ. Okay, so what is the thing? So it is rate is increased in 4 times or like that. Okay, ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ കൂടി പറഞ്ഞു, അത് നിങ്ങൾ അത് ഫിക്സ് ചെയ്യണം. അപ്പോ ഇനി വേറൊരു റിയാക്ഷൻ. സോ ദാറ്റ് റിയാക്ഷൻ ഈസ് ഓവർ. നെക്സ്റ്റ് റിയാക്ഷനിൽ എയുടെ ബിയുടെയും കോൺസെൻട്രേഷൻ ഡബിൾ ചെയ്തു. ഓക്കെ, ഡബിൾ ചെയ്തപ്പോ ഇവിടെ ഡബിൾ അല്ല ചെയ്ത്, അത് 6 times ആവും. 6 times, ചിലപ്പോൾ 6 times ആവും, ചിലപ്പോൾ 8 times ഇൻക്രീസ് ചെയ്തു. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ പോസിബിലിറ്റി ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഇവിടെ നമ്മൾ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അതേ ലെവലിൽ തന്നെ ഇവിടെ വേണമെന്ന് നിർബന്ധമില്ല. Can you follow it? Yes. Okay, that's a very very important thing in this concentration. So അപ്പൊ ഏത് ലെവലിലാണ് റേറ്റ് കൂടുന്നത് അതിന് നമ്മൾ പറയുന്ന പേരാണ് ഓർഡർ. ഓക്കെ, സോ ദാറ്റ് ഓർഡർ ഓഫ് റിയാക്ഷൻ. ഇവിടെ നമ്മൾ ചേഞ്ച് വരുത്തിയാൽ റേറ്റിന് എങ്ങനെ ചേഞ്ച് വരും, that thing is called order. Okay, it's very simple factor. Okay, very simple factor. അതായത് നമ്മള് ഇലക്ട്രിസിറ്റിക്കാർ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സെസ് ഇൻക്രീസ് ചെയ്യുന്നു. അപ്പൊ നമ്മുടെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ പോകുന്നു. അപ്പൊ അവർക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും സെസ് ഇൻക്രീസ് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണല്ലോ. ഇപ്പോ ഇലക്ട്രിസിറ്റി ഭയങ്കര ചാർജ് കൂടുതലാണ്. അപ്പോ ചിലപ്പോൾ ഒരു സെസ് വരും, അല്ലെങ്കിൽ ബോർഡിന് ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, കുറച്ച് പൈസ അല്ലെങ്കിൽ കുറച്ച് ഒരു പെർസെന്റേജ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെയൊക്കെ ദാറ്റ് ഈസ് ഓർഡർ. ഓക്കെ, അപ്പോൾ നമ്മൾ എത്ര യൂണിറ്റ് ഉപയോഗിച്ചു എന്ന രീതിയിൽ അവരുടെ സെസ്സിന്റെ വാല്യൂ അനുസരിച്ച് നമുക്ക് അധികം പൈസ വന്നുകൊണ്ടിരിക്കും. നമ്മൾ കുറച്ച് യൂണിറ്റ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പൈസ വരും, അപ്പൊ സെസ് കൂട്ടും. നമ്മള് പിന്നെ കൂടുതൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഈ സെസ് എല്ലാം കൂടി ഇതിന്റെ അകത്തേക്ക് വരും. അപ്പൊ എന്ത് പറ്റും, പൈസ കൂടുകയും ചെയ്യും. ഏകദേശം ആ ലെവലിൽ തന്നെയാണ്. ചിലതിൻ്റെ അകത്ത് ഒരു പ്രാവശ്യം കൂട്ടിയാൽ ഇവിടെ ഡബിൾ ആവും. ചിലപ്പോ കൂടിക്കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല. കണ്ടിഫോളോ? ക്ലിയർ? യെസ്. ഇവിടെ ബി, ചിലതിൽ ബി ഒരു പ്രാവശ്യം ഡബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോ റേറ്റ് ചിലപ്പോ ട്രിപ്പിൾ ആവും. ഓക്കെ, അപ്പൊ ഏതാണ് അതിന്റെ നിരക്ക്? ഓക്കെ, ഇൻക്രീസ് ചെയ്യുന്ന നിരക്ക് എന്താണ്, അതിന് നമ്മൾ പറയുന്ന പേരാണ് ഓർഡർ. നിങ്ങൾ മനസ്സിലാക്കി വെക്കുക കാര്യം. സോ ദാറ്റ് ഇസ് ഓർഡർ. ഓക്കെ, കോൺസെൻട്രേഷനിൽ എന്ത് ചേഞ്ച് വന്നു കഴിഞ്ഞാൽ എത്രത്തോളം റേറ്റിനെ എഫക്ട് ചെയ്യും അല്ലെങ്കിൽ എത്രത്തോളം റേറ്റ് മാറും. സോ ദാറ്റ് ടൈം ഈസ് called order. Okay, so in a simple sense, so the order is the change in concentration affecting factor. That's called order. Okay, so you just consider. So അപ്പൊ നമ്മളിങ്ങനെ വെറുതെ പറഞ്ഞ കാര്യമില്ല, കാരണം കൃത്യമായ മാത്തമാറ്റിക്സ് സ്കിൽ അപ്ലൈ ചെയ്യണം. So you just consider. So here this A and B is here. Okay, so ഞാൻ ഒന്നുകൂടെ റിയാക്ഷൻ മോഡിഫൈ ചെയ്യണം കേട്ടോ, ജസ്റ്റ് മോഡിഫൈ ചെയ്യും. A in terms of A and then plus B in terms of B, that gives, അത് എന്തുകൊണ്ടെങ്കിലും ആവട്ടെ, നോ പ്രോബ്ലം. ഓക്കെ, കാരണം നമ്മൾ ഇവിടെ കോൺസെൻട്രേഷൻ എവിടെ എഫക്ട് ചെയ്യുള്ളൂ, ഇവിടെ എഫക്ട് ചെയ്യും. ഓക്കെ, വേണമെങ്കിൽ കംപ്ലീറ്റിന് വേണ്ടി എഴുതാം. C in terms of C plus D in terms of D. ശരിക്കും ഇത് നമ്മൾ നെഗ്ലക്ട് ചെയ്യും, ആവശ്യം. So now we are writing rate of reaction. So rate is proportional to change in concentration of A. Okay, then change in concentration of A. Okay, clear? Okay, ഇനി നമ്മൾ ഇവിടെ 1/A ഒന്നും വരില്ല, അത് സിമ്പിൾ റേറ്റിനകത്താണ്. സിമ്പിൾ റേറ്റ് ഇവിടെ 1/A ഒന്നും വരില്ല. ശരിക്കും ഇവിടെ എക്ക് ഇവിടെ ഒരു റൈസ് ടു വരേണ്ടത്. ഓക്കെ, സോ പക്ഷെ ഇവിടെ എക്ക് പകരം ഞാൻ എഴുതാൻ പോണത് ഓക്കെ എക്സ് എന്ന് പറയുന്ന ഫാക്ടർ, എക്സ്. ഓക്കെ, അതാണ് ഇതിന്റെ ഓർഡർ. എക്സ് 1 ആണെങ്കിൽ നമ്മൾ ഇവിടെ എയുടെ കോൺസെൻട്രേഷൻ ഡബിൾ ചെയ്താൽ റേറ്റ് ഡബിൾ ആവും. ഇവിടെ എക്സിന്റെ 2 ആണെങ്കിൽ റേറ്റ് ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ റേറ്റ് എന്തായി പോകും, 4 times ഇൻക്രീസസ്. ഓക്കെ, ദാറ്റ് ഇസ് കാൾഡ് ഓർഡർ. ഓക്കെ, അപ്പൊ ഈ എക്സിനാണ് ശരിക്കും നമ്മൾ എന്ത് പറയണേ, ഓർഡർ എന്ന് പറയാം. സോ ഇൻറ്റു എ മാത്രമല്ല ഉള്ളത്, പിന്നെ എന്താ ഉള്ളത്, ബി. സോ കോൺസെൻട്രേഷൻ ഓഫ് ബി then rise to, ഇവിടെ ശരിക്കും ഇവിടെ ബി എഴുതേണ്ടത്, പക്ഷെ ഇവിടെ ഞാൻ എന്ത് എഴുതുന്നു, വൈ എഴുതുന്നു. കാരണം ഈ വാല്യൂ തമ്മിൽ നേരിട്ട് യാതൊരു ബന്ധമില്ല. ഓക്കെ, ഇത് നമുക്ക് പിന്നെ ഈ എക്സും വൈ എവിടെ നിന്ന് കിട്ടും? സോ ഇറ്റ് ഇസ് എക്സ് ആൻഡ് വൈ ലൈക്ക് ഇൻ മാത്തമാറ്റിക്സ്. സോ മാത്തമാറ്റിക്സിൽ എക്സും വൈ എന്ന് പറഞ്ഞാൽ എക്സ് ഒരു സാധനം വൈ ഒരു സാധനം. പക്ഷെ നമുക്ക് എക്സിന്റെ വൈയുടെ വാല്യൂ നമുക്ക് കിട്ടുക എക്സ്പെരിമെന്റ് നമ്മൾ ആദ്യം ചെയ്ത് നോക്കും. നമ്മൾ ഇതിന് കോൺസെൻട്രേഷൻ 1 ബിയുടെ കോൺസെൻട്രേഷൻ ഡബിൾ ആക്കും.
അപ്പൊ റേറ്റ് എത്ര കൂടുന്നു? അപ്പൊ നമുക്ക് മനസ്സിലായി വൈയുടെ വാല്യൂ. റേറ്റ് 4 ഇരട്ടി കൂടുകയാണെങ്കിൽ ഇവിടെ 2 നിടും. ഓക്കെ, റേറ്റ് 1 ഇരട്ടിയാണെങ്കിൽ ഇവിടെ 1 നിടും. റേറ്റ് 3 ഇരട്ടി കൂടുതലാണെങ്കിൽ അങ്ങനെ ആ ലെവലിലുള്ള വാല്യൂ വരും. ഓക്കെ, എന്നിട്ട് ഇപ്പൊ ബിയുടെ നിൽക്കട്ടെ. ഇനി നമ്മൾ ബിയുടെ ഇവിടെ 1 ആക്കാം. അതിനുശേഷം നമ്മൾ എയുടെ വാല്യൂ 1 ആക്കാൻ പറ്റില്ല, ഇതിന് എക്സ് ഫൈൻഡ് ചെയ്യണം. അപ്പൊ ഇവിടെ 2 എടുക്കും. കറക്റ്റ്. അപ്പൊ ഡബിൾ ചെയ്ത് വരുമ്പോ ചിലപ്പോ ഇവിടെയും 2 തന്നെ വരണമെങ്കിൽ, റേറ്റും 2 തന്നെ ഇൻക്രീസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇവിടെ വാല്യൂ 1 എടുക്കും. ഓക്കെ, ഇവിടെ ചിലപ്പോ റേറ്റ് 4 ടൈംസ് ആണ് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ഇവിടെ വാല്യൂ എന്തിടും? കിട്ടണം 8 പറ്റുള്ളൂ, 2 ഇട്ടാൽ. Can you follow? So here x and y is called order of reaction. അപ്പൊ ഇനി വേറെ കുഴപ്പമുണ്ട്. അപ്പൊ 2 വന്നു കഴിഞ്ഞു. അപ്പൊ 2 വരികയാണെങ്കിൽ മൊത്തത്തിൽ ഈ റിയാക്ഷന്റെ ഓർഡർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓവറാൾ എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് കോൾഡ് ഓവറാൾ order of reaction. Order of reaction equal to, മൊത്തത്തിലാണ് പറയുന്നത്, മൊത്തത്തിൽ. So that is equal to x plus y. Okay, then order. Okay, order with respect to a മാത്രം വെക്കാണ്. Order with respect to, it is a ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? x. Okay, order with respect to b, so that is equal to y. Can you follow? Yes. So that's a very great thing in the reaction. So what is the dependence factor of reaction? That is called order, or how concentration affecting factor is called order. So in a reaction we can say overall order of reaction. So what is the order of this reaction? Or the answer overall order of reaction, x plus y. Okay, this x plus y may be, x may be 0 ആവാം, -1 ആവാം, അല്ലെങ്കിൽ 2 ആവാം, 3 ആവാം, 4 ആവാം, ഈവൻ ഫ്രാക്ഷൻസ് ആവാം. വാട്ട് ഇസ് ഫ്രാക്ഷൻ? ഹാഫ് ആവാം, 1/3 ആവാം, ഇതൊക്കെയാണ്. സോ എങ്ങനെ വേണമെങ്കിലും ഓർഡർ ആവാം. സോ ഓർഡർ വിത്ത് റെസ്പെക്ട് ടു പറയുകയാണെങ്കിൽ ഇത് നോക്കേണ്ട ആവശ്യമില്ല, എയുടെ മുകളിൽ എന്താ നോക്കിയാൽ മതി. വാട്ട് ഇസ് ദാറ്റ്? എക്സ്. ഓർഡർ വിത്ത് റെസ്പെക്ട് ടു വൈ, സോ ഇറ്റ് ഇസ് with respect to b, it is also y. Okay, so ഇതില് നമ്മള് ഈ ഓർഡറിന് നമ്മൾ ഇങ്ങനെ പറയുന്നതൊക്കെ ബെസ്റ്റ് ആയിട്ട് ഈ ഇക്വേഷൻ എന്ന് പറയാം. സോ നമ്മൾ വെറുതെ അതാണ് ഇതാണ് ഇങ്ങനെയാണെന്ന് പറയേണ്ട ആവശ്യമില്ല. You just go for a simple definition for order. Okay, so what is an order? Order is the sum കൂട്ടല്, x y കൂട്ടിലോ, sum of the powers of concentration in rate equation. അപ്പൊ ഒരു കുഴപ്പമായി ഇവിടെ ഈ പ്രൊപ്പോർഷണാലിറ്റി ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ റേറ്റ് ഇക്വേഷന് പ്രൊപ്പോർഷണാലിറ്റി പറ്റുമോ? നോർമൽ ഇക്വേഷനുള്ള പ്രൊപ്പോർഷൻ പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒന്ന് ചേഞ്ച് ചെയ്യണം ഇതിനകത്ത്. സോ ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ പോകണം ഞാൻ, വേറെ ഒന്നുമില്ല, ഒരു കോൺസ്റ്റന്റ് വരും. That's all. Then it is a rate that is equal to k into, okay, so k is a constant, it's nothing. So concentration of E raised to x, B raised to y. So അപ്പോൾ ഇത് രണ്ടിനെയും പറയാം rate equation. So this equation is called rate equation. Don't forget this old rate is symbol. Rate equation is called rate equation. So what is the thing? Rate equationile concentration term inde sum ആണ് order. കഴിഞ്ഞു. That's all. So ഒരാൾ ചോദിക്കാം, what is the order of reaction? അല്ലെങ്കിൽ examination ചോദിക്കണം, what is the order of reaction? It's a very simple answer, simple definition. In rate equation, comma, it is the sum of the powers, sum of the powers of the concentration term. Okay, it is the sum of the powers of the concentration term in rate equation. That's all. Okay, you write this thing. A very, very important thing. So, siding factors നമ്മൾ എഴുതി കഴിഞ്ഞു. The first one, main siding ആണ് first one. അല്ലെങ്കിൽ റോമൻ ലെറ്റർ എഴുതാം, first one. Okay, concentration factor. അത് നമ്മൾ എഴുതുന്നു. Consider a reaction A in terms of A plus B in terms of B, that gives C in terms of C plus D in terms of B. Or
Okay. We know that. We know that. That is we know that. This is we know. What is that? We know that concentration increases, rate of also increases. That is we know that. Rate proportional to concentration of A rise to X. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ഡോട്ടർ ലൈൻ ഉണ്ട് കേട്ടോ. ഈ എക്ക് പകരമാണ് നമ്മൾ എന്ത് എഴുതണേ എക്സ്, ബിക്ക് പകരമാണ് നമ്മൾ എന്ത് എഴുതണേ വൈ. ഓക്കെ, കാരണം ഇതൊരു ഫിക്സഡ് വാല്യൂ നമുക്കറിയാം, 1, 2, 3 വാല്യൂ. പക്ഷെ ആ വാല്യൂ അല്ല ശരിക്കും പറഞ്ഞാൽ ഇത് എക്സ്പെരിമെന്റ് ചെയ്ത് കണ്ടുപിടിച്ചാണ്. നമ്മൾ സെപ്പറേറ്റ് അവിടെ വേറൊരു വാല്യൂ കൊടുത്തു എക്സ് വൈ. സോ റൈസ് ടു കോൺസെൻട്രേഷൻ എ റൈസ് ടു എക്സ്, ബി റൈസ് ടു വൈ. ഓക്കെ, ഇതൊന്നും ഇപ്പൊ എഴുതണം. Then R is equal to K into concentration of A raised to X into concentration of B raised to Y. K ഒരു കാര്യം നമ്മൾ പറയും rate constant. What is K? It is rate constant. Okay, ഒരു constant ആണ്. It's called the rate. ഇത് വളരെ important ആണ് constant. നമ്മൾ പിന്നീട് പറയുക rate constant. Rate constant. Okay, clear? ഇനി താഴെ ഇതിന്റെ താഴെ എഴുതിയാൽ മതി കേട്ടോ, സൈഡിലല്ല. Overall order of reaction. Overall order of reaction. That is equal to x plus y. Okay. Order with respect to A. A മാത്രം നോക്കിയാൽ മതി. എയുടെ മണ്ടയ്ക്ക് എന്താ നോക്കിയാൽ മതി. What is that? X. Then order with respect to B. What is the thing? B യുടെ മേലുള്ളത് എന്താ ഉള്ളത്? Y. That is y. Not over. Order with respect to B. That's correct. Okay. Can you follow it? So you just apply some mathematics. Mathematics is very important in chemistry. Clear? Okay. Yes. So നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തിട്ട് കണ്ടാൽ മതി, കാരണം ഇതൊരു ബ്രേക്കിന്റെ സമയമാണ്. പക്ഷെ ഞാൻ ബ്രേക്ക് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോ ഇപ്പൊ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ബ്രേക്ക് ചെയ്തിട്ട് ഒന്ന് ഫ്രഷ് ആയി പിന്നെ അടുത്ത 5 മിനിറ്റിന് ശേഷം വരാം. പക്ഷെ ഞാൻ ബ്രേക്ക് ചെയ്യുന്നില്ല. ഓക്കെ, സോ ക്ലിയർ. നിങ്ങൾ വേണമെങ്കിൽ പോസ് ചെയ്യാം, ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് ഫ്രീ ആയിട്ട് വരാം. ഓക്കെ, ദാറ്റ്സ് യുവർ ചോയ്സ്. ഓക്കെ, ക്ലിയർ. ഓക്കെ, ഇനി നമ്മൾ ഇതിനകത്താണ് എക്സിന്റെ വൈയുടെയും വാല്യൂ, അതാണ് ഓർഡർ. ഓക്കെ, ഓർഡർ നമ്മൾ വേറൊരു കാര്യം നമ്മൾ പറയും. സോ ദാറ്റ് ഈസ് ആൾസോ കാൾഡ് എൻ എന്ന് പറയും. നമ്മൾ ഷോർട്ട് ടൈമിൽ പറയുന്നത് എൻ. എന്നാണ് നമ്മൾ ഓർഡർ എന്ന് പറയുന്നത് ഏറ്റവും സിമ്പിൾ notation. Okay, so here x plus y that is equal to n. Okay, ഇവിടെ so n that is equal to here again x plus y. Okay, so അപ്പോ ഈ n ന്റെ വാല്യൂസ് എന്തൊക്കെയാവാം? ഓക്കെ, വാല്യൂസ് പറയുമ്പോ വൈഡ് റേഞ്ച് ഓഫ് വാല്യൂസ്. ഓക്കെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു -½ ആവാം, നോ പ്രോബ്ലം. ഓക്കെ, അതേപോലെ -1 ആവാം. എന്താണ് ഇതിന്റെ യഥാർത്ഥ ഫിസിക്കൽ മീനിങ്? ഒരു സംഖ്യ എന്നുള്ളതല്ലാതെ വാട്ട് ഇസ് ഫിസിക്കൽ മീനിങ്, വാട്ട് ഇസ് ബിഹൈൻഡ് മീനിങ്? സോ ഇവിടെ ഒരു -1 വന്നു കഴിഞ്ഞാൽ എയുടെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്താൽ എന്ത് പറ്റും? റേറ്റ് ഡിക്രീസ് ചെയ്യും. അതാണ് അതിന്റെ മീനിങ്. അതാണ് നമ്മൾ ആദ്യം പറഞ്ഞത് ജനറലി. ഇപ്പൊ ജനറലി പോയി. ഓക്കെ, കൃത്യമായ കാര്യത്തിലേക്ക് വന്നു. ഇവിടെ ഒരു -1 ആണെങ്കിൽ if concentration of A increases, rate decreases. ഓക്കെ, എല്ലാ സമയത്തും റേറ്റ് കൂടുന്നില്ല. -½ ആണെങ്കിൽ അത്രയും തന്നെ ഡിക്രീസ് ചെയ്യും. സോ ഇനി 0 ആണ്. സോ ഇറ്റ് ഇസ് ആൾസോ പോസിബിൾ 0. ഓക്കെ, ഇതിന് എക്സിന്റെ വാല്യൂ 0 എന്ന് വെച്ചു. ക്ലിയർ? വാട്ട് ഹാപ്പൻസ്? എക്സിന്റെ വാല്യൂ 0 ആണെങ്കിൽ കോൺസെൻട്രേഷൻ എത്ര കൂട്ടിയാലും കാര്യമില്ല, കോൺസെൻട്രേഷൻ കുറച്ചാലും കാര്യമില്ല. ഇറ്റ് ഡസ് നോട്ട് എഫക്ട് ഓൺ ദി റിയാക്ഷൻ. ദാറ്റ്സ് കാൾഡ് സീറോ ഓർഡർ റിയാക്ഷൻ. വെരി ഫേമസ് സീറോ ഓർഡർ റിയാക്ഷൻ. Okay, is another one. Okay, so it is a 1 hour. Okay, 1 hour. Even fractions are. Then fractions are 1 hour. Clear? 1 അർത്ഥം ഏഴ് കോൺസെൻട്രേഷൻ ഡബിൾ ആക്കിയാൽ റേറ്റ് ഡബിൾ ആവും എന്ന് പറഞ്ഞാൽ ഇവിടെ നേരത്തെ എ ആയിരുന്നു, അല്പസമയം കഴിഞ്ഞപ്പോൾ ഞാൻ എന്താ ചെയ്തു? ഡബിൾ ചെയ്തു പറഞ്ഞാൽ എന്തായി? 2a. അപ്പൊ റേറ്റ് എന്താവും? ഡബിൾ ചെയ്യും. ഓക്കെ, ഇനി യു ക്യാൻ സേ ഇറ്റ് ഈസ് 2 സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ. ഇത് ഒരല്പം ഇമ്പോർട്ടൻസ് ആണ്. ദിസ് ഈസ് സീറോ ഓർഡർ റിയാക്ഷൻ, ദിസ് ഈസ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ, ആൻഡ് ദിസ് ആൾസോ കാൾഡ്
second order reaction. So it is then 2.5 kg. So it is a 3. That means it is a third order reaction. Third order reaction. This is the 0, 1, 2, third order. Okay. So clear. This half order okay. 0 order reaction, first order reaction, second order, third order. What is the meaning of second order reaction? 2. Okay. 2 വരാം. അപ്പൊ നമ്മൾ ബിയിലാണ്. ഓക്കെ, ഇവിടെ 2 വരാം. 2 വന്നു കഴിഞ്ഞാൽ എന്താണ് അർത്ഥം? ഇവിടെ കോൺസ്റ്റന്റ് ഡബിൾ ചെയ്തു എന്ന് പറഞ്ഞാൽ നേരത്തെ എ ആയിരുന്നു, ഡബിൾ ചെയ്തു, അപ്പൊ 2a ആയി. 2 raised to 4. അപ്പൊ റേറ്റ് എന്തോരം കൂടും? 4 times ഇൻക്രീസ്. 4 times. നമ്മൾ ക്വാഡ്രപ്പിൾസ് എന്ന് പറയുന്നത്. ഇറ്റ്സ് കോൾഡ് ക്വാഡ്രപ്പിൾസ്. 4 തവണ ഇൻക്രീസ്, 4 മടങ്ങ് ഇൻക്രീസ്. It's called quadruples. So that is case. Okay. Apo idu valare important. Okay. Adu kude eഴുതി വെക്കണം. The values of n അല്ലെങ്കിൽ order is അല്ലെങ്കിൽ may ഒരു കാര്യം നമ്മൾ മറന്നു പോയിട്ട് കേട്ടോ. ഇതിന്റെ ഒരു ഡെഫിനിഷൻ എഴുതില്ല, ഓർഡറിന്റെ ഡെഫിനിഷൻ. സ്വല്പ സ്പേസ് വിട്ടാൽ ഇപ്പൊ തൽക്കാലം ഇത് എഴുതൂ. The value of n may positive, negative or fractions. ഇതൊക്കെയാണ് ഏത് ലെവലിലൂടെ ഉണ്ടാവും. ഇതെടുത്ത് എഴുതണം. n equal to minus of, -1, 0, of 1, 2, 3 ഇനി ഇങ്ങനെ പോവാം. ഇനി ഓക്കെ, കുഴപ്പമില്ല. ഇനി നിങ്ങൾ താഴെ ഓർഡറിന്റെ ഡെഫിനിഷൻ, കറക്റ്റ് ഡെഫിനിഷൻ. വാട്ട് ഈസ് ഓർഡർ ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ, ഡെഫിനിഷൻ എഴുതാം. ഞാൻ പറയാൻ പോവാം. വാട്ട് ഈസ് ഡെഫിനിഷൻ? നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഡെഫിനിഷൻ. ഇറ്റ് ഈസ് ദി സം ഓഫ്, സം എന്ന് പറഞ്ഞാൽ കൂട്ടൽ. ഇറ്റ് ഈസ് ദി സം ഓഫ് ദി പവേഴ്സ്, സം ഓഫ് ദി പവേഴ്സ്. ഇവിടെ എക്സാമ്പിൾ, സം ഓഫ് ദി പവേഴ്സ് ഓഫ് ഏതിന്റെ? കോൺസെൻട്രേഷൻ ടൈംസ്. കോൺസെൻട്രേഷൻ, ഇതാണ് കോൺസെൻട്രേഷൻ. Some of the powers of concentration terms. Square bracket ഉള്ളതാണ് concentration. Powers of concentration term in the rate equation. Correct. That is the definition. And what is the value? Available values. All values are available. Okay. So that's the thing. All things are available. Okay. In 0.1, okay. 0.2, okay. 0.3, okay. Then 0.5, okay. Negative, okay. Positive, okay. All values are available. Or possible. All values are possible. Clear? Okay? Yes. Now, നമ്മൾ ചില എക്സാമ്പിൾസ് നോക്കാം. ഇതിനെ ബേസ് ചെയ്തിട്ട് എക്സാമ്പിൾസ് നോക്കുമ്പോൾ നമ്മൾ ഇത് മാത്രമേ നോക്കുള്ളൂ കേട്ടോ. വേണമെങ്കിൽ ഇതൊക്കെ നോക്കാം, കുഴപ്പമില്ല. അങ്ങനത്തെ റിയാക്ഷൻസ് നമ്മൾ 1-2 എക്സാമ്പിൾസ് നോക്കാം. ഓക്കെ, എക്സാമ്പിൾസ് മാത്രമേ. എക്സാമ്പിൾസ് ഓക്കെ, ആദ്യം നോക്കുന്ന എക്സാമ്പിൾ എക്സാമ്പിൾസ്. ഓക്കെ, ആദ്യം നോക്കുന്ന എക്സാമ്പിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ ഇറ്റ് ഇസ് ഫസ്റ്റ് വൺ. ഇറ്റ് ഇസ് ഫോർ സീറോ ഓർഡർ റിയാക്ഷൻ. സീറോ, ഓക്കെ, സീറോ order reaction, or it is n equal to 0. Okay, പലർക്ക് സംശയം തോന്നുന്നു സീറോ ഓർഡർ എന്ന റിയാക്ഷൻ. ഓക്കെ, ഇഷ്ടം പോലെ അവൈലബിൾ നമ്മുടെ ബോഡിയിൽ നടക്കുന്നത്. ഓക്കെ, മോസ്റ്റ് ഓഫ് പ്രോട്ടീൻ റിയാക്ഷൻസ് ആർ സീറോ ഓർഡർ റിയാക്ഷൻസ്. ഓക്കെ, ക്ലിയർ? സോ നമ്മൾ ഒരല്പം കോംപ്ലക്സ് ആണ്. പ്രോട്ടീൻ്റെ റിയാക്ഷൻസ് എല്ലാം ഒരല്പം കോംപ്ലക്സ് ആണ്. ബോഡിയിൽ നടക്കുന്നതാണെങ്കിൽ നമ്മുടെ വളരെ അടുത്ത് നടക്കുന്ന റിയാക്ഷൻ ആണ്. എന്തായാലും ഈ സാധനം ബോഡിയിൽ നടക്കുന്ന സാധനങ്ങളൊക്കെ നമ്മളൊരു ഉദ്ദേശിക്കുന്ന പോലെ സിമ്പിൾ റിയാക്ഷൻസ് അല്ല. ഇറ്റ്സ് എ ലിറ്റിൽ ബിറ്റ് കോംപ്ലക്സ്. കാരണം പ്രോട്ടീൻ ഉണ്ട്, കാറ്റലിസ്റ്റ് ആണ്, പല കാര്യങ്ങളും ഒരേ സമയം നടക്കുന്നു. സോ ദാറ്റ് ഇസ് തിങ്. ഓക്കെ, സോ എനിവേ വി ആർ ഗോയിങ് ടു സിമ്പിൾ വേ നൗ. So now you just consider one reaction. So it's a H2 plus, okay, H2 plus Cl2. Okay, എല്ലാവർക്കും അറിയാം ഈ റിയാക്ഷൻ. ഹൈഡ്രജനും ക്ലോറിനും നമ്മൾ കണ്ടുകൂട്ടിയാൽ ഉടനെ തന്നെ എന്ത് ചെയ്യും? രണ്ട് റിയാക്ട് ചെയ്യും. ദെൻ ഫോമിങ് HCl. പക്ഷെ ഒരു നിബന്ധനയുണ്ട്, ലൈറ്റ് വേണം, ഇല്ലെങ്കിൽ റിയാക്ഷൻ നടക്കില്ല. ഓക്കെ, സോ അതുകൊണ്ട് ലൈറ്റിൽ നമ്മൾ HU എന്ന് പറയും. HU മീൻസ് നത്തിങ്, ഫോട്ടോ. ഓക്കെ, സോ അപ്പോ ലൈറ്റ് വേണം. ക്ലിയർ? ലൈറ്റ് കൂട്ടിയാൽ അല്ലെങ്കിൽ നമ്പർ ഓഫ് ഫോട്ടോൺ ഇൻക്രീസസ്, റേറ്റ് ഓഫ് റിയാക്ഷൻ ആൾസോ ഇൻക്രീസസ്.
തൽക്കാലം നമ്മൾ ലൈറ്റിന്റെ കാര്യം മറന്നു കളയാം. ഹൈഡ്രജന്റെ കോൺസെൻട്രേഷൻ കൂട്ടുക എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ ഗ്യാസ് ആണ്, ഡോണ്ട് കൺഫ്യൂസ് ഇറ്റ്. ആൻഡ് ക്ലോറിൻ ഈസ് ഓൾസോ ഗ്യാസ്. ഗ്യാസിന്റെ കോൺസെൻട്രേഷൻ കൂട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, പ്രഷർ ഇൻക്രീസ് ചെയ്യും. വാട്ട് ഇസ് ദി പ്രഷർ? അപ്പോ ഇവിടെ ഹൈഡ്രജന്റെ പ്രഷർ ഇൻക്രീസ് ചെയ്തു, പറഞ്ഞാൽ എക്സ്ട്രാ ഹൈഡ്രജൻ പുറമേ നിന്ന് കൊടുത്തു ആ ഒരു ഗ്യാസ് ചേമ്പറിലേക്ക്. അടുത്ത ക്ലോറിനും കുറച്ച് എക്സ്ട്രാ കൊടുത്തു. ഓക്കെ, പക്ഷെ അതുകൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. കാരണം ലൈറ്റ് ഉണ്ടെങ്കിൽ ഈ റിയാക്ഷൻ എന്ത് ചെയ്യുള്ളൂ? വർക്ക് ചെയ്യും. ക്ലിയർ? യെസ്. അപ്പൊ റേറ്റിന് എങ്ങനെ എഴുതും നമ്മള്? റേറ്റ് ഓഫ് റിയാക്ഷൻ, റേറ്റ് ഈക്വൽ ടു, ഞാൻ ഈ റേറ്റ് മുഴുവൻ എഴുതില്ല കേട്ടോ, ആർ ഈക്വൽ ടു ദെൻ കെ ഇൻറ്റു, ഒരു മൈനസ് സൈൻ ഒന്നും ഇല്ല കേട്ടോ, കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് H2 റൈസ് ടു എന്ത് എഴുതേണ്ടി വരും? 0. ഒരു കാര്യമില്ല. ഓക്കെ, സോ ദെൻ കോൺസെൻട്രേഷൻ ഓഫ് Cl2 then Cl2 റൈസ് ടു എന്ത് എഴുതേണ്ടി വരും? 0 എന്ന് എഴുതേണ്ടി വരും. In absence of light. In absence of light. Clear? Okay. So that is the thing. Clear? നമുക്ക് ഇങ്ങനെ എഴുതുന്നതിന് പകരം നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ ഈ റിയാക്ഷൻ എഴുതുന്നത്, ഇത് ഒറിജിനൽ വൺ. ഒറിജിനൽ എഴുതുന്നതിന് മുമ്പ് എങ്ങനെ എഴുതാം കേട്ടോ? അതാണ് ഈസി. ആർ ഗീവ്സ് പി, കാരണം ഫസ്റ്റ് നമ്മൾ തുടങ്ങിയതാണ്. ആർ ഗീവ്സ് പി, ദെൻ ഇതിന്റെ എക്സ്പ്രഷൻ എന്ത് വരും? ആർ ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ആർ റൈസ് ടു 0. ആർ റൈസ് ടു 0. ഓക്കെ, സോ ഒരുപാട് എക്സാമ്പിൾസ് വേറെ ഒരുപാട് ഒരു എക്സാമ്പിൾ നോക്കാം. സോ ഇറ്റ് ഈസ് നമ്മൾ കഴിഞ്ഞ കൊല്ലം പഠിച്ചാണ് അമോണിയ ഫോം ചെയ്യേണ്ട റിയാക്ഷൻ. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ഇനി അമോണിയ ഫോം ചെയ്യുന്ന റിയാക്ഷനിൽ ഡീകമ്പോസ് ചെയ്യാം. രണ്ട് റിയാക്ഷൻ ആയാലും മതി, സെയിം ആണ്. സോ we take like this way. Here again NH3 ammonia. So decomposes എന്ന് പറഞ്ഞാൽ decomposes in terms of platinum. Platinum കേട്ടോ, this is a catalyst. Platinum വെച്ചു, then forming ഇവിടെ 2 ഇട്ടു. അപ്പൊ ബാലൻസ് ചെയ്യാൻ വേണ്ടി here again N2 plus 3H2. N2 plus 3H2. നോക്കാം, നമ്മുടെ ലാബിലൊക്കെ അമോണിയ ഉണ്ട്. അമോണിയ എന്തായിട്ടാണ് ഉണ്ടാവുക? ഒരു ലിക്വിഡ് ആയിട്ടാണ് ഉണ്ടാവുക. അത് ഈസി ആയിട്ട് ഗ്യാസ് ആവും. അപ്പൊ ആ അമോണിയ കാലാകാലം അവിടെ ഇരിക്കും, യാതൊരു കുഴപ്പമില്ല. ഓക്കെ, പക്ഷെ അതിലേക്ക് പ്ലാറ്റിനം പൗഡർ അല്പം ഇട്ട് കഴിഞ്ഞാൽ അമോണിയ എന്താവും? ഡീകമ്പോസ് ചെയ്യും. ഓക്കെ, അപ്പൊ പ്ലാറ്റിനം ആണ് ഇവിടെ മെയിൻ സാധനം. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഈ ഡീകമ്പോസ്? നിങ്ങൾ സർഫസ് കെമിസ്ട്രി ആയിട്ട് ബന്ധമുണ്ടാകും. ഡീകമ്പോസിഷൻ എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് പ്ലാറ്റിനത്തിന്റെ ഒരു സർഫസ്. ദിസ് ഇസ് പ്ലാറ്റിനം. ഓക്കെ, പ്ലാറ്റിനത്തിന്റെ സർഫസ്. പ്ലാറ്റിനത്തിന്റെ പൗഡർ ഞാൻ ഇടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാറ്റിനത്തിന്റെ സ്പിയറോ ഒക്കെ ആവാം, പക്ഷെ ഞാൻ സർഫസ് പോലെ വരയ്ക്കുന്നത്. ഒറിജിനൽ ഇറ്റ് ഇസ് എ സ്പിയർ. ഓക്കെ, അപ്പൊ ഇതിലേക്ക് എന്ത് വരും? ദിസ് ഈസ് അമോണിയ. ഓക്കെ, ഇത് അമോണിയാണ്. അപ്പൊ അമോണിയ മോളിക്യൂൾ ഇതിന്റെ പുറത്തു വന്നിരിക്കും. ഓക്കെ, സോ ദിസ് മോളിക്യൂൾ ക്യാൻ കം ആൻഡ് സിറ്റ് ഹിയർ. ഓക്കെ, അമോണിയ മോളിക്യൂളിന്റെ പുറത്തു വന്നിരുന്നു. ഓക്കെ, അടുത്ത അമോണിയം വന്നിരുന്നു. ഓക്കെ, അപ്പൊ ഇതിന്റെ പുറത്ത് വെച്ചിട്ടാണ് എന്ത് വരിക? ഈ ഡീകമ്പോസിഷൻ നടക്കുക. ഓക്കെ, അത് എന്തുകൊണ്ട് പുറത്ത് വെച്ചിട്ട് ഡീകമ്പോസിഷൻ നടക്കുന്നത്? പുറത്ത് വെക്കാതെ ഡീകമ്പോസിഷൻ ഇല്ല, അതൊക്കെ ഒരു ചോദ്യമാണ്. അത് നമ്മൾ പിന്നീട് ആൻസർ ചെയ്യും. ഓക്കെ, ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. ഇപ്പൊ റിയാക്ഷൻ ചെയ്യണമെങ്കിൽ ഇതിന്റെ പുറത്തിരിക്കണം, ഇതിന്റെ പ്ലാറ്റിനത്തിന്റെ മുകളിൽ കയറിയിരിക്കണം, എന്നാൽ മാത്രമേ റിയാക്ഷൻ ഉള്ളൂ. ബിക്കോസ് ദിസ് കാൾഡ് അഡ്സോർപ്ഷൻ. ദിസ് ജനറലി ദിസ് കാൾഡ് അഡ്സോർപ്ഷൻ. അപ്പൊ അഡ്സോർപ്ഷൻ നടന്നാൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ? റിയാക്ഷൻ ഉണ്ടാവുള്ളൂ. അപ്പോ അതില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? ദർ ഇസ് നോ റിയാക്ഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞത് അമോണിയ കാലാകാലം ഒരു കുഴപ്പമില്ലാതെ നിൽക്കും. പക്ഷെ പ്ലാറ്റിനം വന്നു കഴിഞ്ഞാൽ ഉടനെ അത് ഡീകമ്പോസ് ചെയ്യും. Can you follow? Yes. അപ്പോ ഇതിന്റെ സർഫസ് സാധാരണഗതിയിൽ ഞാൻ ഒരു ഗ്രാം പ്ലാറ്റിനം ഇട്ടു എന്ന് പറഞ്ഞാൽ അതിന്റെ സർഫസ് എന്താ? ഫിക്സ്ഡ് വാല്യൂ. സോ ഹിയർ ഇസ് എ ഫിക്സ്ഡ് കോൺസ്റ്റന്റ്. Can you follow? ഇതിന്റെ സർഫസ് ഏരിയ ഈസ് എ ഫിക്സ്ഡ് വൺ ഫോർ എ റിയാക്ഷൻ. കാരണം ഞാൻ 1 ഗ്രാമേ ഇടുന്നുള്ളൂ. ഞാൻ 2 ഗ്രാം 3 ഗ്രാം എപ്പോഴും ആഡ് ചെയ്യുന്ന പരിപാടി ഇല്ല. 1 ഗ്രാം ഇട്ടു. ഓക്കെ, അപ്പൊ 1 ഗ്രാമിന് എത്രയുണ്ട് സർഫസ് ഏരിയ എന്ന് വെച്ചാൽ അത്രയും വന്ന് ഇതിന്റെ അകത്തിരിക്കും, അത്രയും റിയാക്ട് ചെയ്യും. വേറെ റിയാക്ട് ചെയ്യോ? ഇല്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഞാൻ അമോണിയ കുറെ അധികം ആഡ് ചെയ്താൽ ഒരു പ്രയോജനവും ഇല്ല. സോ റേറ്റ് ഓഫ് റിയാക്ഷൻ does not increase. Okay, so what is the factor affecting rate here? The surface area of platinum. Clear? But it does not affect on the concentration of ammonia. Can you follow? Yes. Okay, here also ammonia has concentration has no effect. Okay, so അപ്പൊ എനിക്ക് ധൈര്യമായിട്ട് എഴുതാം,
So what is the rate of this reaction? Rate equal to then K into concentration of NH3 raised to 0. 3 allato. Sorry, 2 allato. So affect ചെയ്യുന്നില്ല. So it is 0. Okay. അപ്പോൾ ഒരു കാര്യം ഇനി മനസ്സിൽ വെച്ചേക്കണം. ഏത് സോളിഡ് കാറ്റലിസ്റ്റ് ഉള്ള റിയാക്ഷൻ, what is that? Is any solid catalyst ഉള്ള solid platin ആവാം, ഗോൾഡ് ആവാം, ഓക്കെ, പലേഡിയം ആവാം, or any solid catalyst or metals ഉള്ള റിയാക്ഷനിലും the order of reaction is 0. Can you follow? Yes. So now just I am asking, so even in the entrance they are asking one question: what is the order of reaction? What is the order of another example? H2 plus I2 I2 that gives 2HI. ഇപ്പൊ നമുക്ക് ഓർഡർ സാധാരണ ഇതിൽ പറയാൻ പറ്റില്ല, ട്രിക്ക് വേറെ ഉണ്ട്, അവിടെ നിൽക്കട്ടെ. ഇപ്പൊ നമുക്ക് ഓർഡർ പറയാൻ പറ്റില്ല. പക്ഷെ ഇവിടെ ഒരു ഗോൾഡ് കാറ്റലിസ്റ്റ്, ഗോൾഡ് കാറ്റലിസ്റ്റ്, ഇപ്പൊ ധൈര്യമായിട്ട് പറയാൻ പറ്റും വാട്ട് ഇസ് ഓർഡർ ഓഫ് റിയാക്ഷൻ? ഇറ്റ് ഇസ് എ സീറോ ഓർഡർ റിയാക്ഷൻ. ദാറ്റ് ഇസ് ദി തിങ്. ആര് എക്സ്പെരിമെന്റ് പോകേണ്ട ആവശ്യമില്ല. സോ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സിലുണ്ട്, if any solid catalyst present in the reaction, order of reaction is 0. Okay, so now then what is the thing here? So it is nothing. So it is a rate equal to, so it is a H2K, H2 raised to 0, and here again I2 raised to 0. Okay, clear? അപ്പോ ഒരു കാറ്റഗറി ഇതാണ്. കാറ്റഗറി എ in photochemical reaction, order is 0. In category B, what is the thing? So in solid catalyst reaction or catalyst reactions, order of reaction is 0. Okay. Then third one, you know that proteins also catalyst. Is it correct? പ്രോട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ പ്രോട്ടീൻ്റെ ഈ നമ്മുടെ ബോഡിയിലുള്ള വലിയ ഒരു മോളിക്യൂൾസിനെ നമ്മൾ പറയുന്ന പേരാണ് പ്രോട്ടീൻ. ഓക്കെ, പ്രോട്ടീൻ സാധാരണ നടക്കാത്ത റിയാക്ഷൻസും ഒക്കെ ഈ പ്രോട്ടീൻ കൊണ്ട് നടക്കും. ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ നിൽക്കാൻ പറ്റും. സാധാരണ രീതിയിൽ പ്രകൃതിയിൽ നേരിട്ട് നടക്കാത്ത മിക്കവാറും റിയാക്ഷൻസ് ഒക്കെ നമ്മുടെ ശരീരത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, നടന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, സോ ബിക്കോസ് these proteins, or generally it is called enzymes. What is that? Enzymes. All enzymes are proteins. Don't worry about it. Okay, all enzymes are proteins. So these enzymes act as a catalyst. Okay, ഇനി നമ്മൾ ചിന്തിക്കുകയാണ് എന്താ പ്രോട്ടീൻ? പ്രോട്ടീൻ എന്ന് പറഞ്ഞ ഒരു വലിയ മോളിക്യൂളാണ്. ഈ വലിയ മോളിക്യൂള് ഈ ചെറിയൊരു മോളിക്യൂൾ വന്നിട്ട് ഇവിടെ ഇരിക്കും. അടുത്ത ചെറിയൊരു മോളിക്യൂൾ വന്നിട്ട് എന്ത് ചെയ്യും? ഇവിടെ ഇരിക്കും. അത് അവിടെ എവിടെയും പോയിട്ടിരിക്കില്ല, ഇരിക്കാൻ ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തിന് പറയുന്ന പേരാണ് ആക്റ്റീവ് സൈറ്റ്. മനസ്സിലായി? ആക്റ്റീവ് സൈറ്റ്. അപ്പോ ഇവിടെ വന്നിരിക്കും, അടുത്ത ആൾ ഇവിടെ വന്നിരിക്കും. ഒന്നോ രണ്ടോ ആൾക്ക് മാത്രമേ ഇരിക്കാൻ സ്ഥലമുള്ളൂ, വേറൊരു സ്ഥലമില്ല. അപ്പോ കൃത്യമായിട്ട് ഈ കാറ്റലിസ്റ്റ് പോലെ തന്നെയാണ്, ആ കൃത്യമായ സ്ഥലമുണ്ട്, അവിടെ മാത്രമേ വന്നിരിക്കാൻ പറ്റുള്ളൂ, റിയാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോ ഈ റേറ്റ് ഓഫ് ഇതിന്റെ എണ്ണം കൂട്ടിയാലോ കാര്യമുണ്ടോ? നോ എഫക്ട്. എത്ര പ്രോട്ടീൻ ഉണ്ടെന്ന് വെച്ചാൽ റേറ്റ് കൂടും, പ്രോട്ടീൻ്റെ എണ്ണം കൂട്ടിയാൽ റേറ്റ് കൂടും. ഓക്കെ, പക്ഷെ എപ്പോഴും പ്രോട്ടീൻ്റെ എണ്ണം ഒരു ഫിക്സ്ഡ് വാല്യൂ ആയിരിക്കും. ഓക്കെ, അപ്പോ ഈ പ്രോട്ടീൻ റിയാക്ഷൻസ് അല്ലെങ്കിൽ എൻസൈം റിയാക്ഷൻസ് ആർ ആൾസോ സീറോ ഓർഡർ റിയാക്ഷൻസ്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യില്ല, കാരണം പല ചാപ്റ്ററിൽ നമുക്ക് വരാനുള്ളതാണ്. സോ എനിവേ ഇറ്റ് ഇസ് കാറ്റഗറി ബി. ഓക്കെ, കാറ്റഗറി ബി ഇൻ ദിസ്, സോ all protein reactions, all protein അല്ലെങ്കിൽ enzyme, enzyme. Okay, enzyme reactions are zero order reaction. Okay, ഇതാണ് സീറോ ഓർഡറിന്റെ ഒരു കാര്യം. ക്ലിയർ? അപ്പോ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെക്കാം. വാട്ട് ഇസ് ദ മീനിങ് ഓഫ് സീറോ ഓർഡർ? If change in concentration has no effect on rate. The change in concentration of reactant has no effect on the rate. Rate effect. So example, zero order example ആണ് വളരെ important. First order important ഇല്ല, second order important ഇല്ല, third order important ഇല്ല. Is no more importance for that. But
Zero order reaction examples are very, very important. Okay, so these are the examples. One first is a type of example, photochemical reactions. So H2 plus Cl2 അടുത്തത് solid catalyst reactions. Right? Metal catalyst reaction. Both are same. Approximately both are same. Both are zero order reaction. Last one, enzyme reactions. നിങ്ങൾ കാരണം ഒരു പ്രാവശ്യം നിങ്ങൾ കാരണം പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് ഞാൻ ക്ലാസ് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത് ഒരേ ഒരു പ്രാവശ്യം ഇതിന്റെ പുറകിൽ എന്താണ് സംഭവിക്കുന്നത് വെറുതെ ഇതൊക്കെ അത് പഠിപ്പിച്ചു വളരെ ഈസിയാണ്. ഓക്കെ, ഒരു ഇതാണ് അതാണ് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് രണ്ടു സ്ലൈഡ് ഇട്ടു കഴിഞ്ഞിട്ട് നേരെ ഈസി ആയിട്ട് പറയാം അത് ഇതാണ് കഴിഞ്ഞു. ബട്ട് യു കനോട്ട് മെമ്മറൈസ് ഇറ്റ്. അത് സയൻസിന്റെ ടീച്ചിങ് അങ്ങനെയല്ല. നിങ്ങൾ അതിന്റെ ബിഹൈൻഡ് വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് ഇറ്റ് അത് ഒരു പ്രാവശ്യം പഠിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു പ്രാവശ്യം നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ മതി. Then all things are automatically memorized. So that is the positiveness of science. Okay, then last one, all enzyme reactions are zero order reactions. Okay, clear? Now we are only up to zero order reaction. Okay, now it is the first order is coming, second order is coming, and third order is also coming. But we are not going deep, or we are not going this much detail. Okay, just understand some examples. That's all. Okay. Now we are going that first order. We are not going for fractions or like that way. Okay, we are going to that first order reaction. Instead of zero, we are going first order reaction. First order reaction n equal to 1. N equal to 1. So that is the first order reactions. Okay. So what is the first order reaction? In simple way, we can say that it is the, I can say R gives P. If it is R gives P, what is the rate? You must write rate equation. Equation of order parameter. The rate is equal to K into K. What is meaning of K? Rate constant. Then into concentration of R. Then concentration of R rise to first order rise to 1. So this is called first order reaction. And the meaning, if I have 1 R, concentration 1 molar. So what is the rate? Proportional to 1 R. If I double the concentration, double it, 1 R to 2 R, 2 molar. Now what is the answer? 2 rise to 1, again 2, the rate is doubled. If I triple the concentration, okay, triple, that is 3 times R, 3 molar. But 3R is there, but 3 rise to 1, 3, so rate is also increased by 3 times. Can you follow? So that is the exact meaning of first order reaction. So many examples are there for first order reaction. So one of the example for first order reaction, ammonium nitrate, okay, NH4NO2, ammonium nitrate can decompose. Alpha heat can decompose. ഇതൊക്കെ നമ്മൾ ഇനി പി ബ്ലോക്കിൽ പഠിക്കും. ഇവിടെ 2 ഹൈഡ്രജൻ എടുത്തു എന്നിട്ട് ഇങ്ങോട്ട് പോയി ഈ നൈട്രജൻ കമ്പൈൻ ചെയ്തു. This nitrogen combine that because nitrogen is very stable one. Okay, so you can get this N2 molecule. This is N2 molecule plus what is the thing? H2O. Then plus it is also H2. One more example I am writing. One more example. H2O2. H2O2. H2O2 can decompose in presence of heat അല്ലെങ്കിൽ വേറെ ലൈറ്റ് ഒക്കെ ആവും. So H2O2 ലൈറ്റ് വരുമ്പോൾ നമ്മളിത് പറയില്ല, നമ്മൾ ഈ ഓർഡറിൽ പറയും. ലൈറ്റ് വരുമ്പോൾ നമ്മൾ അപ്പുറത്ത് പറയും, ഇവിടെ 0. കാറ്റലിസ്റ്റ് വരുമ്പോൾ നമ്മൾ എന്താ പറയാ? 0. Correct. But here there is no light, apply only heat. Okay. So what's the thing here? H2O അല്ലേ? H2O ഫോം ചെയ്യും, അപ്പൊ 2 എടുക്കാം. അപ്പോൾ എന്ത് കിട്ടും? 2H2O അല്ലേ? 4 അല്ലേ? അപ്പൊ 2H2O and then plus it is also O2. One more example, you can go for one more example. It is also SOCl2 that can be decomposed. Okay, SOCl2 can decompose SOCl2.
SO2Cl2 ആയാലും കുഴപ്പമില്ല. SOCl2 ആവാം. Cl2 plus this. Okay, it is a SO2Cl2 is the best one. Don't confuse this. You have two type of molecule. SOCl2 is possible, that is called thionyl chloride. SO2Cl2 is called sulfuryl chloride. Both are also possible, but we are considering here for equation simplicity, considering SO2Cl2. Now if you apply heat forming, this also SO2 plus Cl2. SO2 plus Cl2. These all are first order reaction. Don't memorize, only memorize one. That's all. Okay. In my experience, they are not never asking examples from first order. Okay, in public examination or even entrance examination, they are not asking this. Don't memorize this, you just familiarize. You don't memorize. Okay, so this is like that type of reaction. Okay, so anyway, that is the case of first order reaction. Okay, just write it quick. Here, write it. Clear? സൈഡിൽ എഴുതിയില്ലെന്നുള്ളൂ, നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. നമ്മൾ നേരത്തെ എഴുതിയ പോലെ തന്നെ. What is the thing? Rate equal to then K into concentration of NH4 NO2 raised to 1. Okay, ഇതുപോലെ ഇതൊക്കെ എഴുതാം. Okay, clear? So that is the case of first order reaction. Okay. Now we are going to again, what is the thing? Next second order reaction. For a second order reaction, N is equal to R. You first mark it. Okay, it is a second order. Second order reaction, N is equal to 2. N is equal to 2. Okay. So if it is N is equal to 2, what's the thing? R gives P, then R is equal to K into concentration of R raised to 2. Okay. So this is example. Example. Okay. So second order reaction. Okay. One of the famous example of second order reaction is here again. NO plus NO2 and NO plus it is also O3 ozone. O3 is I think it is ozone. Nitrogen monoxide plus ozone, that gives NO2 plus here again. Okay, ഇതുപോലെ നമുക്ക് ചെറിയൊരു റിലേഷൻഷിപ്പ് കിട്ടും. കാരണം ഇവിടെ രണ്ടെണ്ണം ഉണ്ട്. പഴയ എക്സാമ്പിളില് ഓർഡർ 1 ആയിരുന്നു, അവിടെ എത്ര എണ്ണം ഉള്ളൂ? 1. ഓക്കെ, പക്ഷെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ പറയാൻ പറ്റില്ല. ഇതിന്റെ ഉള്ളിൽ ചില കാര്യങ്ങളുണ്ട്, അത് നമ്മൾ പിന്നീട് പഠിക്കും. ഓക്കെ, ഇപ്പൊ ഇവിടെ 1 ഇവിടെ 1 1 2, സോ ഇറ്റ് ഈസ് ഓർഡർ 2. ഓക്കെ, ഡയറക്റ്റ് അല്ലെങ്കിൽ ഒരു സിമ്പിൾ അണ്ടർസ്റ്റാൻഡിങ് കൊടുത്തേക്ക്. Now ഇനി ഒരുപാട് റിയാക്ഷൻ നമ്മൾ പിന്നെ എഴുതുന്നില്ല. So next one, it is this is second order reaction, and it is next one, it is a third order. Okay, third order reaction. It is N equal to, and here again 3. N equal to 3. Okay, what is the third order reaction? So it is R gives P. It is R gives P, and then rate equal to concentration of K raised to here again P raised to 3. Clear? So that is also a very famous example for this reaction. The example is here again 2NO nitrogen monoxide plus here again O2 2NO plus O2. ഇവിടെ 2 1. അത്ര ഡയറക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല, പക്ഷെ എന്നാലും ഇങ്ങനെ പറയാൻ പറ്റുന്ന ഈ റിയാക്ഷനിൽ ഇങ്ങനെ പറയാൻ പറ്റും. ചില റിയാക്ഷൻ അങ്ങനെ പറയാൻ പറ്റില്ല. അങ്ങനത്തെ റിയാക്ഷൻ നമ്മൾ ഈസി ആയിട്ട് എക്സാമ്പിൾ എഴുതുന്നത്. സോ ദാറ്റ് ഗീവ്സ്, ഓക്കെ, സോ 2 plus 1 3 ആണ്. ഓക്കെ, ദാറ്റ് ഗീവ്സ് NO2, then 2NO2. Clear? So what is the thing? Rate is equal to K into concentration of NO, then NO raised to 2 into concentration of O2 raised to 1. 2 plus 1 3. Okay, clear? അതാണ് നമ്മൾ 3 ആണ്. 2 plus 1 3. That's the overall rate of reaction. Okay, ഇനി നമ്മൾ ഈ 1 2 3 നമ്മൾ ഫ്രാക്ഷൻസ്, ഒരു ഫ്രാക്ഷൻ റേറ്റ് ഒരു എക്സാമ്പിൾ. So it is a fraction
fraction rate. So n is equal to half fraction. Another example പറയുന്നുള്ളൂ. നമ്മൾ H2 plus Br2 that gives Br2 on wrong. Br2. H2 plus Br2 gives HBr. 2HBr. So what is the thing? Rate is equal to, this is from experiment, only from experiment. Okay, മനസ്സിലാവില്ല. ഇവിടെ 1, ഇവിടെ 1, 2 എന്ന് പറഞ്ഞാൽ that is wrong. Okay, from experiment. Okay, അപ്പൊ അതുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞത് ചില റിയാക്ഷൻ നമ്മൾ ഈ ടെക്നിക്ക് വിജയിക്കും, ഇവിടെയൊക്കെ ടെക്നിക്ക് വിജയിക്കും, പക്ഷെ ഇവിടെ ഈ പറഞ്ഞ ടെക്നിക്ക് എന്ത് ചെയ്യില്ല, വിജയിക്കില്ല. So it is a 1 1, here again 2, that is wrong. Okay, so originally from experiment rate is equal to K into concentration of H2. Okay, H2 raised to half. H2 raised to half. H2 raised to 1 into concentration of Br2 raised to half. Okay. Oh, appo idu pinne 1 plus half. Appo idu idalla, ee half alla. Here again 1 plus half. What is 1 plus half? Okay, here again 2 plus 1, 3 divided by 2, 3 by 2. So that is the, so overall order of reaction is 3 by 2. Okay, so that is the fractional reaction. Okay, just familiarize it, not for memorize it, only memorize zero order reaction examples. Okay, so that is the case of a different order of reaction. Okay, ഇത് വെച്ച് നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ വരും. തൽക്കാലം നമുക്ക് ഇവിടെ വെച്ച് നിർത്താം, കാരണം ഇന്ന് തന്നെ ഒരുപാട് സമയം എടുക്കണ്ട. ഇത് വെച്ച് ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ ഇപ്പോഴും വരും. നമുക്കത് നാളെ നോക്കാം. നാളെ കെമിസ്ട്രി ക്ലാസ് ഇല്ലെങ്കിലും നിങ്ങൾ മറക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ഇതിന്റെ പ്രോബ്ലംസും മറ്റുള്ള കാര്യങ്ങളും ഇടാൻ പോവാണ്. നാളെ എന്തായാലും കെമിസ്ട്രി ക്ലാസ് ഉണ്ടായിരിക്കും. ഓക്കെ, ദെൻ താങ്ക് യു. ഓക്കെ, ഓൾ ഓഫ് യു. സോ നന്നായിട്ട് പഠിക്കുക, ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷൻ. ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് നോട്ട്, ചെറിയ കാര്യം മാത്രമേ പറയുന്നുള്ളൂ, അപ്പൊ അത് നോട്ട് ചെയ്യാം. ഓക്കെ, ക്ലാസ് കേട്ടിരിക്കുക, ചെറിയ കാര്യം മാത്രമേ നോട്ട് ചെയ്യുക, പറഞ്ഞത് മാത്രം നോട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.